നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്ക് സംഭാവന ചെയ്തൊരു വാക്കുണ്ട്, ദിമാഗി നക്സൽ. നിങ്ങൾ സൂക്ഷിക്കണം, ദിമാഗി നക്സലാണെങ്കിൽ സൂക്ഷിക്കണം, നിങ്ങൾ ജയിലിലാകാം, മരണം വരെ ജയിലിലാകാം. അങ്ങനെ പലവിധ ഭീതി ഉയർത്തുന്ന പ്രയോഗം ദിമാഗി നക്സൽ. നേരത്തെ നിങ്ങൾക്കറിയാലോ, അർബൻ നക്സൽ എന്ന മൂപ്പര് കുറേ കാലം ഇതുപോലെ പല പ്രസംഗങ്ങളിൽ പറഞ്ഞ് കുറേ ആളുകൾ, ഭീമാ കൊറേഗാവ് വരെ നമുക്കറിയാം, ആളുകളെയൊക്കെ രാജ്യത്തിൻ്റെ സമ്പത്തായ സേവകരെ, നിരവധി ആദിവാസികളെയും ദരിദ്രരെയും ദളിതരെയും ഒക്കെ സേവിക്കുന്ന, അവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ആളുകളടക്കം ജയിലിൽ പോയ കാര്യം നിങ്ങൾക്കറിയാം. എന്നിട്ട് ചിലരൊക്കെ അവിടെ നിന്ന് മരിച്ചു. ചിലർക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കാൻ സുപ്രീം കോടതിയുടെ അനുമതി മേടിച്ച് വെള്ളം കുടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ജയിലിൽ കിടന്ന നിരവധി പേർ, ഫാദർ സ്റ്റാൻ സ്വാമി വരെ നമ്മുടെ മുമ്പിലുണ്ട്. അർബൻ നക്സൽ അധ്യായം അവസാനിച്ചു. ഇപ്പോൾ പുതിയ വാക്കാണ് ദിമാഗി നക്സൽ. കാരണം ഈ അർബൻ നക്സൽ എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒടുവിൽ ഡൽഹിയിലുണ്ടായ സമരം നിങ്ങൾക്കറിയാം. ഡൽഹിയിൽ CJPയുടെ നേതൃത്വത്തിൽ ജെൻസികൾ ചെയ്ത സമരത്തിൻ്റെ തുടർച്ചയായിട്ട് ഈ സർക്കാരിൻ്റെ പ്രതിരോധങ്ങളെയും ഈ ഫേക്കായ ആഖ്യാന നിർമ്മാണത്തെയും ഒക്കെ പൊളിച്ചു കളയുന്ന സമൂഹം ഡെവലപ്പ് ചെയ്ത് വരികയാണെന്ന് അവർക്ക് തിരിച്ചറിഞ്ഞു. ഒരു മന്ത്രി തന്നെ ഈ കുട്ടികളുടെ പുതിയ തലമുറയെ മുഴുവൻ വഴിയാധാരമാക്കുന്ന നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അടക്കം വിദ്യാഭ്യാസ ലോകത്തെ മുഴുവൻ കച്ചവടമാക്കി മാറ്റിയ ഒരു സർക്കാരിൻ്റെ നീക്കങ്ങളെ പൊളിച്ചു കളയുന്ന സമരം ആളുകളിലേക്ക് ആ ബോധം എത്തി. എന്നിട്ടോ ഇന്നിപ്പം നിങ്ങൾ പത്രം വായിച്ച് ഓരോരുത്തരും ഞെട്ടിയിട്ടുണ്ടാവും. നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ 1.5 മാസം കഴിഞ്ഞിട്ട് സർക്കാർ പറയുകയാണ് ഇത് മാറ്റിവെച്ചു, പുതിയത് നടത്തുകയാണെന്ന്. അപ്പോൾ ഈ 1.5 മാസം മുന്നേ പരീക്ഷ നടന്ന സമയത്ത് ആളുകൾ ചൂണ്ടിക്കാണിച്ച സമയത്ത് അയ്യോ ഞങ്ങൾ ധർമ്മേന്ദ്ര പ്രധാൻ, ഞങ്ങൾ ഭയങ്കര മോദിജി എന്നെല്ലാം പറഞ്ഞിട്ട് പ്രതിരോധിച്ച ആളൊക്കെ ഇപ്പം മിണ്ടാതിരിക്കുകയാണ്. കുട്ടികൾ വീണ്ടും സമ്മർദ്ദത്തിലേക്ക് പോകുന്ന സാഹചര്യം ഇപ്പോൾ. എന്നിട്ട് പറയാണ് ഇതിനെതിരെ പ്രതികരിക്കുന്ന ആളുകളെ കുഴപ്പക്കാരാക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി പുതിയൊരു വാക്ക് കണ്ടുപിടിച്ചതാണ് ദിമാഗി നക്സൽ. എന്താണ് ദിമാഗി നക്സൽ? നരേന്ദ്രമോദി പ്രധാനമന്ത്രി എന്താണ് പറഞ്ഞത് എന്ന് ഞാൻ പറയാം. സായുധരായ നക്സലേറ്റുകളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞു, എന്നാൽ തലച്ചോറിൽ നക്സലിസം അവശേഷിപ്പിക്കുന്നവർ ഇപ്പോഴും ഇന്ത്യയിൽ തുടരുന്നു. അവരാണ് ദിമാഗി നക്സൽ. അതായത് നിങ്ങൾ ആയുധമെടുത്ത് പോരാടുന്ന നക്സലേറ്റുകളല്ല, പക്ഷേ തലച്ചോറിൽ നക്സലിസത്തിൻ്റെ ഇത് പേറുന്ന ആളുകളാണ്. മൂപ്പർക്ക് സംഭവം എന്ന് വെച്ചാൽ മൂപ്പരെ ആകെ നാണക്കെടുത്തിയിട്ടിരിക്കുകയാണല്ലോ. നരേന്ദ്രമോദി മുഴുവൻ അമിത്ഷാനെ വരെ ഡൽഹിയിൽ ജന്തർ മന്ദിറിലെ സമരത്തിലിറങ്ങി അഭിജിത് ദീപ്കയും സംഘവും ആകെ നാണം കെടുത്തി, ജെൻസികളാകെ നാണം കെടുത്തി. UPയിലൊക്കെ ഇപ്പം ജെൻസിയുടെയും ജെൻ ആൽഫയുടെയൊക്കെ സമരമാണ്. എന്താ സ്കൂളിൽ ഇങ്ങനെ നേരായി ഭക്ഷണവും ക്ലാസ്സും ഒന്നുമില്ല, ഇങ്ങനെ ഒരു സ്ഥലത്ത് സ്കൂൾ എടുക്കുന്നു, അവിടെ പശുവിനെ എന്തൊക്കെയോ പറയുന്നു, എന്നിട്ട് എന്തൊക്കെയോ ചീഞ്ഞ ഭക്ഷണമൊക്കെ കൊടുക്കുന്നു. വമ്പൻ സമരത്തിലാണ് UPയിലൊക്കെ. UPയിൽ ഒരുപാട് സ്കൂളുകൾ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വിദ്യാഭ്യാസം ആവശ്യപ്പെട്ട് അവിടെ ആളുകൾ സമരത്തിലുമാണ്, അത് ജെൻ ആൽഫ വരെ. ഈ ഘട്ടത്തിൽ ഇവരൊക്കെ എങ്ങനെ നിയന്ത്രിക്കാനാണ്? ഈ രാമക്ഷേത്രം, ഹിന്ദുമതം, ഇസ്ലാമിക ഭരണകൂടം, അർബൻ നക്സലിൽ നിന്നും പറഞ്ഞ കാര്യമില്ല. പിള്ളേരൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ നരേന്ദ്രമോദി ടീം പുതിയൊരു വാക്ക് കൊണ്ടുവന്നു, ദിമാഗി നക്സൽ. അപ്പോൾ അത് പറഞ്ഞ് പേടിപ്പിക്കാം. മറ്റേ തലച്ചോറിൽ പരിശോധന നടത്തിയിട്ട് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. ഇമാതിരി നക്സലിസം തലച്ചോറിൽ പെടുന്ന ആളുകളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി പിടിച്ചിട്ട് അകത്ത് കൊണ്ടിടാൻ വേണ്ടിയിട്ടാണ് ആയിരിക്കാം എന്ന് ആളുകൾ ഭയക്കും. അപ്പോൾ അങ്ങനെ അത് അവസാനിപ്പിക്കാനാണ് ദിമാഗി നക്സൽ എന്ന് കണ്ടെത്തിയത്. ഇത് പ്രധാനമന്ത്രി പറഞ്ഞതിന് ശേഷം രാജ്യത്ത് വലിയ ചർച്ച നടക്കുകയാണ്. ഏറ്റവും പ്രധാനം അതിൽ ഒന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് P. ചിദംബരത്തിൻ്റെ പ്രതികരണമാണ്. ദിമാഗി നക്സലായതിൽ അഭിമാനിക്കുന്നു എന്ന് ചിദംബരം Xൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ദിമാഗി നക്സൽ എന്നുള്ളത് ആദ്യം ചിദംബരത്തിനെ പിടിച്ചകത്തിടണം. പണ്ടൊക്കെ നരേന്ദ്രമോദി സർക്കാർ അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ ഭരണകൂടം ഇങ്ങനെയൊക്കെ പറഞ്ഞ ആളുകൾ പേടിപ്പിച്ച ആളുകൾ പേടിക്കുമായിരുന്നു. പിന്നെ മിണ്ടാണ്ടങ്ങിരിക്കും. ഒരു പരിധിവരെ മനുഷ്യർ പേടിക്കായിരുന്നു. ഇപ്പം അങ്ങനെ പേടിക്കുന്നില്ല. ഇപ്പോൾ ദിമാഗി നക്സലേറ്റ് ജനതാ പാർട്ടി തന്നെ ഉണ്ടാക്കിയിട്ട് ആളുകൾ പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പേജൊക്കെ തുടങ്ങിയിരിക്കുകയാണ്. 1.5 ലക്ഷം ആൾക്കാർ അതിന് ഫോളോ ചെയ്യുന്നു. രാത്രിയിൽ തന്നെ ഈ മെറ്റ ആ പേജ് എടുത്ത് കളയുന്നു. വീണ്ടും ഇന്ന് രാവിലെ കഥ വീണ്ടും വന്നു ദിമാഗി നക്സൽ പാർട്ടി, ദിമാഗി ജനതാ പാർട്ടി, DJP എന്നൊക്കെ പറഞ്ഞിട്ട് പാർട്ടി ഉണ്ടാക്കിയാണ്. അപ്പോൾ ആളുകൾ ഇപ്പോൾ ഈ 1.5 ലക്ഷം ആളുകൾ അറസ്റ്റ് ചെയ്യണം. എനിക്കൊന്ന് ഇപ്പോഴാകുമ്പോൾ അത് 2 ലക്ഷം, നാളെ നമുക്ക് 1 മില്യനും ആവും. ഈ 1 മില്യൺ ആളുകൾ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം പണ്ടൊക്കെ അർബൻ നക്സൽ എന്ന് പറയുമ്പോൾ ഞാൻ അർബൻ നക്സൽ അല്ല എന്ന് പറയാനാണ് ആൾക്കാർ തയ്യാറാവുക. ഇപ്പം അങ്ങനെയല്ല. ദിമാഗി നക്സൽ എന്ന് പറഞ്ഞ ഉടനെ ആൾക്കാർ പറയുന്നത് ഞങ്ങൾ ദിമാഗി നക്സലാണ്. ഇപ്പോൾ നമ്മുടെ P. ചിദംബരം പറഞ്ഞിരിക്കുന്നു ദിമാഗി നക്സലായതിൽ അഭിമാനം. എന്തായാലും ഇമാതിരി സാധനമാണ്. അത് കഴിഞ്ഞ് രാജ്യസഭയിലെ CPIMൻ്റെ രാജ്യസഭ കക്ഷി നേതാവ് ജോൺ ബ്രിട്ടാസ് ഇത് സംബന്ധിച്ച് വിശദമായൊരു ഫേസ്ബുക്ക് വീഡിയോ തന്നെ അദ്ദേഹം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പാർലമെന്റിൽ നിന്ന് ഒളിച്ചോടിയ ആൾക്കാരാണല്ലോ നരേന്ദ്രമോദിയും അദ്ദേഹത്തിന്റെ സെക്കൻഡ് ഇൻ കമാൻഡർ അമിത്ഷായും. അപ്പോൾ ഈ 2 പേര് ഇപ്പോൾ ദിമാഗി നക്സലുകളുടെ പുറകെയാണ്. നോക്കിക്കോളൂ, കുറെ ആൾക്കാരെ ചിന്തിക്കുന്നതിനും പ്രതികരിക്കുന്നതിനും പ്രതിഷേധിക്കുന്നതിനും പിടിച്ച് അകത്താക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ചെങ്കോട്ടയിൽ നിന്നൊക്കെ മുൻ പ്രധാനമന്ത്രിമാരൊക്കെ സംസാരിക്കുമ്പോൾ അതിന്റെ അർത്ഥവ്യാപ്തി വലുതായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ചെങ്കോട്ടയിലെ പ്രസംഗങ്ങളുടെ നിലവാരം
ഈ രൂപത്തിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി നരേന്ദ്രമോദിയുടെ ദിമാഗി നക്സൽ പ്രയോഗത്തോട് നടത്തിയ ജയറാം രമേശിന്റെ പ്രതികരണം കൂടിയിട്ട് കോൺഗ്രസ് നേതാവിന്റെ, അദ്ദേഹം പറയുന്നത് ഈ നരേന്ദ്രമോദി ആളുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് ഈ ഗവൺമെന്റ് എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ടാണ്. അതായത് നരേന്ദ്രമോദി മാസ്റ്റർ അബ്യൂസർ ഇൻ എൻറ്റയർ പൊളിറ്റിക്കൽ സയൻസ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം നിരാശയാണ് പ്രധാനമന്ത്രി വ്യക്തമാക്കുന്നത്. അർബൻ നക്സൽ എന്ന് വിളിച്ച് അവസാനം ഇപ്പുറത്ത് ഇതാ ജെൻസി വന്നിട്ട് അവരുടെ അടിവേരിളക്കി കളഞ്ഞ് ഡൽഹിയിൽ ജന്തർ മന്ദിർ അവസാനം നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും പാർലമെന്റിൽ നിന്ന് ഒളിച്ചോടി തലയിൽ മുണ്ടിട്ട് നടക്കുന്ന അമിത്ഷായ ആഭ്യന്തരമന്ത്രിയെ നമ്മൾ കണ്ടു. അവസാന ദിവസം പാർലമെന്റിൽ വന്ന് വന്ദേ മാതരം ചൊല്ലി മടങ്ങിപ്പോകുന്ന അമിത്ഷായെ കണ്ടു. ഇപ്പോൾ പൊതുവേദിയിലൊന്നും പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നാണം കെട്ട് നിൽക്കുകയാണ് ഈ ഗവൺമെൻറ്. ഇന്നും ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ ഏറ്റവും ചീഞ്ഞളിഞ്ഞ അവസ്ഥ വ്യക്തമാക്കുന്ന ചോദ്യപേപ്പർ ചോർച്ചയും അതിൻ്റെ പുനർപരീക്ഷയുടെയൊക്കെ വാർത്തകൾ നമ്മുടെ മുമ്പിലേക്ക് വരികയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരവസ്ഥയിൽ ഇതും കഴിഞ്ഞ് ആളുകളിലേക്ക് എത്തുമ്പോൾ ഈ ആളുകൾ എങ്ങനെ കൈകാര്യം ചെയ്യുന്ന അവരാലോചിച്ച് പഴയ പരിപാടിയൊന്നും നടക്കാത്തപ്പോഴാണ് ദിമാഗി നക്സൽ എന്ന് പറഞ്ഞ ആളുകളെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായിട്ട് എന്താണ് സംഭവിക്കുന്നത്? ഏറ്റവും ഒടുവിൽ ഈ ദിമാഗി നക്സൽ എന്നിവർ ഉദ്ദേശിക്കുന്നത് ജെൻസി തലമുറയുടെ ഇത്തരത്തിൽ ചിന്തയാണ്. ഈ സർക്കാരിനെതിരായി പ്രവർത്തിക്കുന്ന ആളുകളെ ആയിരിക്കാം. അങ്ങനെ ഡൽഹിയിലൊക്കെ വന്ന അഭിജിത് ദീപ്കയും CJPയും ഒക്കെ എന്താണ് കാണുന്നത്? ഇപ്പോൾ ബംഗാളിൽ CJPയുടെ ഈ സമരത്തിന് അനുഭവം പ്രകടിപ്പിച്ച ഒരു വിദ്യാർത്ഥിയുടെ വീട്ടിൽ പോയി പോലീസ് കൈകാര്യം ചെയ്തപ്പം ആ കുട്ടിയുടെ അച്ഛൻ ഇപ്പോൾ അതിൻ്റെ തുടർച്ചയായിട്ട് ആഘാതത്തിൻ്റെ ശേഷിപ്പായി മരിച്ചിരിക്കുകയാണ്. അവിടത്തേക്ക് അഭിജിത് ദീപ്കയും സംഘവും ബംഗാളിലേക്ക് പോവുകയാണ്. ഇന്ത്യ മുഴുവൻ അതിന് അനുഭവം പ്രകടിപ്പിച്ച ആളുകളുടെയൊക്കെ പേരിൽ പലരുടെയും പേരിൽ കേസെടുത്തിട്ടുണ്ട്. ആ സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ആ കേസെടുത്ത 4-5 BJP സംസ്ഥാനങ്ങളുണ്ട്. അതിലൊന്ന് കേരളവും കൂടിയാണ്. കേരളം BJPയിലെ ഭരിക്കുന്ന VD സതീശൻ സർക്കാരാണ്. പക്ഷേ കേരളവും മറ്റ് 4 BJP സർക്കാരുകളും സംസ്ഥാനങ്ങളുമുണ്ട്. സുപ്രീം കോടതി അതിൻ്റെ വിശദാംശങ്ങൾ ആരാഞ്ഞതൊക്കെ നമ്മൾ വാർത്തയിൽ ചർച്ച ചെയ്തതാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2ാം ഘട്ടം 2.0 സമരത്തിന് CJP രംഗത്തിറങ്ങും എന്നുള്ള പ്രഖ്യാപനം കൂടി വന്നപ്പോഴാണ് ഇനിയും ഇങ്ങനെ മുന്നോട്ട് പോയാൽ ആകപ്പാടെ നമ്മളെ ജനം കൈകാര്യം ചെയ്യുന്നത് തിരിച്ചറിഞ്ഞപ്പോഴാണ് ദിമാഗി നക്സൽ എന്ന വാക്കുമായിട്ട് അവർ വന്നത്. ഇതിനെ മറികടക്കാൻ ഈ ദിമാഗി നക്സൽ എന്ന് വിളിച്ച ആളുകളെ നിർവീര്യരാക്കിയിട്ട് ആ കുട്ടികൾ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അറിയാമോ? UPയിൽ അതിൻ്റെ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട്. UP സർക്കാർ ജെൻസി തലമുറയെ ഇമാതിരി ദിമാഗി നക്സൽ ചിന്തയിൽ നിന്നും മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു നടപടി, ഒരു സർക്കാർ പദ്ധതി ആരംഭിച്ചിട്ടുണ്ട്. ഗോമിത്രങ്ങളാക്കി മാറ്റാനാണ് യുവ തലമുറയെ. ഉത്തർപ്രദേശിൽ ജെൻസി യുവാക്കളെ ഗോ സംരക്ഷകരാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള ഒരു പദ്ധതി യോഗി ആദിത്യനാഥ് സർക്കാർ കൊണ്ടുവന്നിരിക്കുകയാണ്. സേവാ ആയോഗ് എന്ന സ്റ്റാറ്റ്യൂട്ടറി സ്ഥാപനം വഴി 10,000 പേരെ ബോധവൽക്കരിച്ച് പശു സംരക്ഷകരാക്കാനുള്ള പദ്ധതിയാണ്. ഇവർ ഗോമിത്രങ്ങൾ എന്നറിയപ്പെടും. ഗോമൂത്രം കൈകാര്യം ചെയ്ത് ഗോമൂത്രത്തിൻ്റെ അപദാനങ്ങൾ നാടുനീളെ പറഞ്ഞു നടക്കുകയും ചെയ്യണം ഈ ഗോമിത്രങ്ങൾ. എന്നിട്ട് ഗോക്കളെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞ് നടക്കുക. പ്രാകൃതമായ ഗോക്കളെ മേച്ചും കളിച്ചും ചിരിച്ചും അങ്ങനെ നടക്കണം. അതാണ് ഗോമിത്രങ്ങൾ. അവർക്ക് ചില്ലറ പൈസയും സർക്കാർ കൊടുക്കും. സർക്കാർ പരിശീലനം നേടിക്കഴിഞ്ഞാൽ ഗ്രാമങ്ങളിലെത്തി മറ്റുള്ളവരെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനാണ് പദ്ധതിയെന്ന് ഗോസേവ ആയോഗ് ചെയർമാൻ ശ്യാം ബിഹാരി ഗുപ്ത പറഞ്ഞതായിട്ട് ദേശീയ മാധ്യമങ്ങൾ, ഗോദി മീഡിയകളടക്കം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഭയങ്കര സംഭവമായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗോമിത്രങ്ങളാക്കി ഒരു തലമുറയെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ്. ജന്തർ മന്ദിർ പ്രക്ഷോഭത്തിന് പിന്നാലെ UPയിലും ജെൻസികളും ജെൻ ആൽഫകളും സർക്കാരിനെ ചോദ്യം ചെയ്ത് രംഗത്തെത്തി വരുന്നുണ്ട്. പശു സംരക്ഷണ പദ്ധതി ഇതിനൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്തതും അധ്യാപകരില്ലാത്തതും ചൂണ്ടിക്കാണിച്ച് ലഖ്നൗ, സുൽത്താൻപൂർ, കനൗജ്, ഹമീർപൂർ, ഫത്തേപൂർ തുടങ്ങി പലവിധ സ്ഥലങ്ങളിൽ പല ജില്ലകളിൽ വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിലാണ്. ലഖ്നൗ സർവ്വവിദ്യാലയത്തിൽ വൃത്തിഹീനമായ ഉച്ചഭക്ഷണം നൽകുന്നതിനെതിരെ വിദ്യാർത്ഥികൾ റോഡ് ഉപരോധിച്ച വാർത്ത നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സാമൂഹ്യക്ഷേമ മന്ത്രി അസീം തരൂൺ സ്ഥലത്തെത്തി നല്ല ഭക്ഷണം ഉറപ്പ് നൽകിയതിന് ശേഷമാണ് കുട്ടികൾ പിന്മാറിയത്. ഉറപ്പ് നൽകിയല്ലാണ്ട് ഇപ്പം ഭക്ഷണം കിട്ടിയോ, ഉറപ്പല്ലാണ്ട് ഭക്ഷണം കിട്ടിയോ നമുക്കറിയില്ല. ലയനത്തിൻ്റെ പേരിൽ UPയിൽ 25,000 സ്കൂളുകൾ പൂട്ടാനുള്ള നീക്കമാണ് ഇപ്പം നടക്കുന്നത്. അതിൻ്റെ വാർത്ത പുറത്തു വന്നു. അതിനെതിരെ സർക്കാർ നീക്കം സ്കൂളുകൾക്കെതിരെ നടത്തുമ്പോൾ SFI അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ സമരത്തിൽ ഇറങ്ങിയിരിക്കുന്ന വാർത്തയും നിങ്ങൾ കണ്ടിട്ടാവും. ഇതിനിടയിലാണ് ഇങ്ങമാതിരി സമരത്തെ നിയന്ത്രിക്കാൻ ദിമാഗി നക്സലുകൾ രംഗത്തിറങ്ങിയത്. ദിമാഗി നക്സലുകളെ പ്രധാനമന്ത്രി കണ്ടെത്തിയത്. ദിമാഗി നക്സലുകളെ ശരിയാക്കാൻ അവരെ ഗോമിത്രങ്ങളാക്കി മാറ്റുന്ന പദ്ധതിയാണ്. അതിൻ്റെ പ്രാക്ടീസിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ് ഇപ്പോൾ UPയിൽ കാണുന്നതെന്ന് വേണം കരുതാൻ. ഇനിയിപ്പോൾ ദിമാഗിയുടെ കാര്യം പറയുമ്പം നമുക്ക് ദിമാഗി സംഖ്യകൾ, ദിമാഗി സവർക്കറൈറ്റുകൾ, ദിമാഗി ഗോഡ്സൈറ്റുകൾ ഒക്കെ നമ്മുടെ നാട്ടിലുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് ദിമാഗി നക്സലിറ്റുകളെ മാത്രം ലക്ഷ്യം വെച്ച് മുന്നേറുമ്പം പലവിധ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമെന്നാണ് ദിമാഗി ജനതാ പാർട്ടി, ദിമാഗി നക്സലേറ്റ് ജനതാ പാർട്ടി എന്ന് പറയുന്ന പാർട്ടിയുടെ പേജും ഇപ്പോൾ വന്നിരിക്കുന്നത്. P. ചിദംബരത്തിൽ അംഗത്വം എടുക്കും, ഞാൻ അതിന് ആദ്യത്തെ ആളാണ് എന്നത് അഭിമാനമുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇനി നാളെയും മറ്റന്നേ CJP പോലെ ദിമാഗി നക്സലേറ്റ് ജനതാ പാർട്ടി
പാർട്ടി നാട്ടിൽ എന്തൊക്കെ തരത്തിൽ എത്തും എന്നും അത് ഈ നരേന്ദ്രമോദി സർക്കാരിൻ്റെയും അമിത്ഷാ മുതൽ യോഗി ആദിത്യനാഥ് വരെയുള്ള ആളുകളുടെയും ഏതൊക്കെ വേരുകൾ ഇളക്കി വിറപ്പിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.